മോഹൻലാലിനെ പോലെ ഒരു അച്ഛനാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അസാധ്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആവാൻ ആഗ്രഹിച്ചാൽ പോലും ആവാൻ കഴിയില്ല. അതൊരു സ്പിരിച്വൽ മെൻറ്റാലിറ്റിയാണ് സൈഫ്. മോഹൻലാലിൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്റാലിറ്റിയാണ്. ആ സ്പിരിച്വൽ മെൻറ്റാലിറ്റിയുടെ ആ തലത്തിലൊക്കെ നമ്മൾ എത്തുമ്പോഴേ നമുക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന പ്രണവ് മോഹൻലാലിനും വിസ്മയ്ക്കും 30 കഴിഞ്ഞു. അവരോട് വിവാഹം കഴിക്കണ്ടോ എന്ന് പോലും അവർ ചോദിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പാണത്. നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ, മകളല്ലേ, 30 വയസ്സ് കഴിഞ്ഞല്ലേ, ഒരു റിലേഷൻഷിപ്പെങ്കിലും വേണ്ടേ എന്ന് പോലും മോഹൻലാൽ ചോദിക്കില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ മെൻറ്റാലിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക. ഞാൻ അതിൻ്റെ ആ കാര്യം എന്നല്ല പറയാം, അത് മനോഹരമായിട്ട് നിഷാദ് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ വിഷയം മോഹൻലാൽ എന്ത് ഭാഗ്യവാനായ സിനിമാക്കാരനാണെന്നുള്ളതാണ്. ഒന്ന്, ലൂസിഫർ പോലെ അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യലായ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനെ സംഘം എതിർത്തു. അദ്ദേഹത്തിൻ്റെ മകൾ അഭിനയിക്കാൻ വേണ്ടി ഒരു സിനിമയിൽ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ അതിനെയും സംഘം എതിർക്കുന്നു. സംഘം എന്ന് പറഞ്ഞാൽ സംഘം ഔദ്യോഗികമായിട്ട് എതിർക്കുക എന്നുള്ളതല്ല, എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഒരു സുഡാപ്പി കാമുകൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഏതൊരു അമ്മാവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ജന്തർ മന്ദറിൽ നടക്കുന്ന കലാപമെന്നും എന്താണ് ജന്തർ മന്ദറിലെ സമരത്തിൻ്റെ മുദ്രാവാക്യമെന്നും എന്താണ് രാജ്യത്തെ യുവതലമുറ ചിന്തിക്കുന്നതെന്ന് പോലും ഈ അമ്മമാർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് മോഹൻലാലും വിസ്മയയും ഇപ്പോൾ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ഐക്കണായി മാറുകയാണ് ശരിക്കും കേരളത്തിൽ. അതെങ്ങനെയാണ്? അതായത് മോഹൻലാൽ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആക്ടർ എന്നുള്ള നിലയ്ക്കല്ല, അദ്ദേഹം സംഘപരിവാറിന് അനുകൂലമായ ചില പൊസിഷനുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റിൽ സംഘപരിവാറുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ പലരും സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരാണ്. അദ്ദേഹം മോദിയെ പോഴുന്നതിൽ ഒരു പ്രശ്നമൊന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അങ്ങനെ സംഘപരിവാറിന് വേണമെങ്കിൽ തങ്ങളുടെ ആളാക്കാം എന്ന് പറയാവുന്ന ഒരാളായിരുന്നു മോഹൻലാൽ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ മകൾ ഈ രാഷ്ട്രീയത്തെ എതിർത്ത് തന്നെ പറയുന്നു. അതിന് പോകാത്തപ്പോഴാണ് തെറ്റി തുടങ്ങിയത്. മറ്റേ പ്രാണപ്രതിഷ്ഠ അത് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അതിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കും. ഏത് മറ്റൊരു മെഗാസ്റ്റാർ വീട്ടിലേക്ക് അക്ഷതവുമായി എത്തി അറസ്റ്റുകാരെ സ്വീകരിക്കുമ്പോഴാണ് ഞാനതിന് പോകുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ പൊസിഷനാണല്ലോ സീഫ്. ഞാനതിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാൻ ബേസിനെ അത് പോളറൈസ് ചെയ്യുമെന്നും തൻ്റെ സ്വീകാര്യത തന്നെ ഇല്ലാതാവുമെന്നും തനിക്ക് ജനം നൽകുന്ന സ്നേഹം അതോടെ ഇല്ലാതാവുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത്രയും ഔന്നത്യത്തോടെ ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അത് ചെറിയൊരു കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൊസിഷനിൽ നിന്നുകൊണ്ടിരുന്ന ഒരാൾ, അതായത് മോദിയെ പുകഴ്ത്തി ബ്ലോഗ് എഴുതിക്കൊണ്ടിരുന്ന ലാലേട്ടൻ്റെ മകൾ എന്ത് ചെയ്യുന്നു? അതേ രാഷ്ട്രീയത്തിൽ തള്ളി പറയുന്നു. അതായത് ജന്തർ മന്ദറിൽ എന്താണ് നമ്മൾ കാണുന്നത്? മില്ലേനിയൽസ് ആയിട്ടുള്ള ആളുകൾ മോദിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മക്കൾ തെരുവിലിറങ്ങി പറയുന്നു ഈ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നു. അതുതന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ശരിക്കും ജന്തർ മന്ദറിൻ്റെ ഒരു പ്രതീകമായി, മലയാളത്തിലെ ഒരു ഐക്കണായി മോഹൻലാലും മകൾ വിസ്മയും മാറുകയാണ്. അതെന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ അമ്മാവന്മാർ വന്ന് വിസ്മയെയും മോഹൻലാലിനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലൂസിഫറിന് എങ്ങനെയാണോ ആയുധർക്ക് ഗുണം ചെയ്തത്, അതുപോലെ ഈ സിനിമയും ഗുണം ചെയ്യും. നല്ല റിവ്യൂ ആണ് ഇപ്പോൾ വരുന്നത്. ഞാൻ വായിച്ച റിവ്യൂകളെല്ലാം പോസിറ്റീവാണ് കാണുന്നത്. പടം വിജയിക്കട്ടെ.